ഈ KP യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട് BJP, അതായത് പ്രധാനമന്ത്രി മോദിയുമായിട്ട് നിൽക്കുന്ന ഒരു പടം സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും അത് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ പിറകിൽ എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഫോൺ ചെയ്ത് ചോദിക്കുന്നു, ഈ കമൻറ്റുകൾ ഇടുന്നു. അപ്പം അതിനെപ്പറ്റി പറയാം, എന്താണ് അത് സംഭവിച്ചത്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, KP യോഹന്നാനെ പറ്റി കേരളത്തിൽ മലയാളത്തിൽ പലയിടത്തും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മലയാളം എന്ന് പറഞ്ഞ പത്രം വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇതൊരു കാരണവശാലും മലയാള വാർത്തകൾ അല്ല, ഒരു വലിയ ശതമാനം വാർത്തകളും നാഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. ഒരു ജേർണലിസ്റ്റായ രീതിയിലാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. ഒന്നില്ലെങ്കിൽ അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഭാഷ തമിഴോ തെലുങ്കോ ബംഗാളിയിലോ ഒക്കെ ആണെങ്കിൽ ഇമ്പാക്റ്റ് കുറച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെങ്ങനെയാണ് മലയാളത്തിൽ KP യോഹന്നാനെതിരെ പലരും വാർത്ത കൊടുത്തിട്ട് അമേരിക്കയിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? അത് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അമേരിക്കൻ മീഡിയയിൽ KP യോഹന്നാനെ പറ്റി വാർത്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ടെക്സാസ് കോടതി KP യോഹന്നാനെ വിധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്ത ഡോക്യുമെൻസിൻ്റെ പേരിലാണ് അത് അക്സെപ്റ്റ് ചെയ്ത് ഇന്ത്യൻ എംബസി ത്രൂ അത് വെരിഫൈ ചെയ്യുന്നു, ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവനും. അതിനുശേഷമാണ് ആ കോടതി KP യോഹന്നാനെ പണിഷ് ചെയ്യുന്നത്, ടെക്സാസ് കോർട്ട്. അപ്പോൾ KP യോഹന്നാൻ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, ഇനിയും അയാൾക്ക് അമേരിക്കയിലെ പഴയ പോലെയുള്ള ജീവിതവും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും ഈ ഗോസ്പലും പണപ്പിരിവും ഡൊണേഷനും ഒന്നും നടക്കില്ല. വ്യക്തമായിട്ട് ബോധ്യമായി. അയാൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത്, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അമേരിക്കൻ എംബസി ഇന്ത്യയുമായിട്ട് പങ്കിടും. കാരണം അവർക്കറിയണം ഈ പണം അവിടുന്ന് ഇത്രയും, അതായത് ഞാൻ ഈ പറയുന്നത് ഈ കേസ് വരുന്നതിന് തൊട്ട് മുമ്പ് ആ വർഷം GFA അവരുടെ 3 FCRAയിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന പണം 1600 കോടിയാണ് ആ വർഷം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വോളിയമാണ് ഈ GFAക്ക് KP യോഹന്നാനും പണം വന്നിരിക്കുന്നത്. ഇതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് രസകരമായ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും പണം ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും, എവിടൊക്കെയാണ് അവിടുത്തെ കോർട്ടിൻ്റെ ഓർഡറാണ്, എവിടൊക്കെയാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്, എവിടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെടും. അതായത് ഇന്ത്യയിൽ അയാൾക്കെതിരെ ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയാളുടെ FCRA അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാൻ. കാരണം ഇതൊക്കെ മുൻകൂട്ടി കാണുന്നയാളാണ് ഈ KP യോഹന്നാൻ. കാരണം അയാളുമായിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇടപഴകിയപ്പോഴാണ് പിടികിട്ടിയത് എത്ര ഷാർപ്പാണ് ഈ മനുഷ്യൻ. അങ്ങനെ അപ്പം ഇതൊക്കെ ഈ രീതിയിൽ വരാൻ സാധ്യതയുള്ള കാര്യം ഇയാൾ ഇത് മുൻകൂട്ടി കാണുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ കേരളത്തിലുള്ള BJP നേതാക്കളുമായിട്ട് ഇയാൾ ബന്ധത്തിലായി. അപ്പം അവരെ കൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഇയാൾ മാക്സിമം ട്രൈ ചെയ്തു, നടക്കുന്നില്ല. കാരണം ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കന്മാർ പറഞ്ഞ് അത്രമാത്രം പ്രധാനമന്ത്രി കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇയാൾ ഒത്തിരി ട്രൈ ചെയ്തു. അവസാനമാണ് രാജ്യസഭാ വൈസ് ചെയർമാനായിരുന്ന PJ കുര്യനെ കൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ഇയാൾ തീരുമാനിക്കുകയും അപ്പോയിൻമെൻ്റ് കൊടുക്കുകയും, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സ്വച്ഛ് ഭാരത്, അത് പ്രധാനമന്ത്രിയുടെ ഒരു മേജർ ക്യാമ്പയിൻ പ്രോഗ്രാമായിരുന്നു. അതിന് 1 കോടി രൂപ സംഭാവന. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം, ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് 30 ലക്ഷം വിശ്വാസികളുണ്ട്, അതായത് ഇന്ത്യയിൽ. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ വലിയൊരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അവർക്കാകെ 4000 പള്ളികളേ ഉള്ളൂ ആകെ, ഇന്ത്യയിലും വിദേശത്തും എല്ലാം കൂടെ. അവിടെയാണ് ഇവർ 30 രൂപതയും അതിരൂപതയും ഒക്കെ വെച്ചിട്ട് ഇത്രമാത്രം ആൾക്കാരുണ്ടെന്ന് വെച്ചങ്ങാനെത്തി. ഇത് കേരളത്തിലെ പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജ് പരസ്യം വന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്രയും
പള്ളികളും ഇത്രയും വിശ്വാസികളും 30 ലക്ഷം പേര്, അതായത് 3 മില്യൺ വിശ്വാസികൾ ഇവർക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? കാരണം ഞാൻ ഇതിൻ്റെ പുറകെ പോയി അന്വേഷിച്ചത്. ഇവർക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രധാനപ്പെട്ട സിറ്റികളിലും ചില 2 ടയർ 3 ടയർ സിറ്റികളിലൊക്കെ സ്ഥലമുണ്ട്. അവിടെയൊക്കെ ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ചാരിറ്റി പ്രോഗ്രാമുണ്ട്, അതിൻ്റെ ശാഖകളുണ്ട്. അപ്പം അതും പറഞ്ഞുകൊണ്ടിരുന്നത് 90,000 പേരെയാണ് ഒരു ദിവസം ഒരു ഫീഡ്. ഇതൊക്കെ മുഴുവനും കുക്കി ചെയ്തെടുത്ത കണക്കുകളാണ് മുഴുവനും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു ചെറിയ പള്ളി. അവിടെ ഈ ബ്രിഡ്ജ് ഓഫ് ഹോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവിടെ ഈ പള്ളിയിൽ പോകുന്ന, അല്ല അവിടുത്തെ ലോക്കൽ ആൾക്കാരൊന്നുമില്ല. പിന്നെ ഒറീസയിലുണ്ട് ഇവർക്ക് കുറച്ച് ഈ ട്രൈബ്സ് ആ കമ്മ്യൂണിറ്റിക്കകത്ത്. അതവിടെ റൈറ്റും പ്രശ്നമൊക്കെ തരുമ്പോൾ അവർ പേടിച്ചിട്ടിട്ടങ്ങ് പോയി. ഇയാൾ ഈ 2003 മുമ്പ് KP യോഹന്നാൻ വളരെ കാര്യമായിട്ട് ഇന്ത്യയിൽ പ്രസൻസ് ഉണ്ടായിരുന്ന ചർച്ചും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ 2003 ഇതേപോലെ എപ്പിസ്കോപ്പൽ ചർച്ച ആയി കഴിഞ്ഞപ്പം ഇവരുടെ വലിയൊരു മേജർ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ഇയാളെ വിട്ടങ്ങ് പോയി. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഈ മലയാളികൾ തന്നെയായിരുന്നു. നമ്മുടെ അകത്തൊരു ട്രാവൻകൂർ ബെൽറ്റിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു. ഇവരൊക്കെ ഓർത്തഡോക്സ്, മർത്തോമ, കാത്തലിക് വിശ്വാസം കളഞ്ഞിട്ടാണ് ഈ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലോട്ട് വരുന്നത്. ആ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അവരോട് തിരിച്ച് എപ്പിസ്കോപ്പൽ റിച്വൽസ്, ആചാരങ്ങൾ അതിനോട് പോകാൻ എത്ര പേർക്ക് പോകാൻ സാധിക്കും? കാരണം ഇവരുമായിട്ടൊക്കെ ഞാൻ കണ്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. അതേപോലെ ഏറ്റവും തമാശയായിട്ട് തോന്നിയത് രാജസ്ഥാനിൽ ഉദയപൂർ, അവിടെ KP യോഹന്നാൻ്റെ ഈ ബ്രിഡ്ജ് ഓഫ് ഹോപ്പായിട്ട് ബന്ധപ്പെട്ടൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു സ്കൂൾ തുടങ്ങി, ചെറിയൊരു സ്കൂള്. അതിനിട്ടിരിക്കുന്ന പേര് സെയിൻറ്റ് യോഹാൻ. അതായത് KP യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് സ്കൂളും തുടങ്ങി. ആലോചിച്ച് നോക്കി മനുഷ്യൻ എവിടുന്ന് ഏതൊക്കെ രീതിയിലാണ് ചിന്തിച്ച് മുന്നോട്ട് പോയത്. ഇത് ഓരോന്നും ഞാനിത് പിൻ പോയിന്റ് ചെയ്യുമ്പോഴത്തെ കാരണങ്ങളുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ പോയിന്റിലോട്ട് വരും. BJ കുര്യനുമായിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ സീരിയസ്നെസ് പിടികിട്ടി. കാരണം ഞാൻ കൊണ്ടുവന്ന ഈ സംഭവത്തെ പൂർണ്ണമായിട്ടും തൊലയ്ക്കാൻ വേണ്ടി PJ കുര്യൻ മീഡിയേറ്ററായിട്ട് നിന്നേക്കുക. കാരണം PJ കുര്യൻ ഇവരുടെ ഗോഡ് ഫാദറാണ്, എനിക്ക് നേരത്തെ അറിയാവുന്ന വസ്തുതയാണ്. അന്ന് രാത്രി ഞാൻ PJ കുര്യനെ ഫോണിൽ വെച്ച് പച്ചത്തെറിയും വിളിച്ചു. ഉണ്ടായ സംഭവം ഇതൊക്കെ. അപ്പം അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇത് സീരിയസ് ആയിട്ട് പോവുകയാണ്. കാരണം PJ കുര്യൻ കാരണം രാജ്യസഭയുടെ ഡെപ്യൂട്ടി വൈസ് ചെയർമാനാണ്, റിക്വസ്റ്റ് ചെയ്ത് കാണും. അപ്പോൾ ഇത് ഇഷ്യൂ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇയാൾക്കെതിരെയുള്ള ഈ FCR, ഇയാളുടെ വൃത്തികെട്ട പരിപാടികളൊക്കെ ഇതോടെ ഒതുക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആദ്യം അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഒരിക്കൽ ഞാൻ അപ്പോൾ ഈ കേസ് ഒതുക്കാനാണ് എന്ന രീതിയിലോട്ട് ഇത് പോയ സമയത്ത് എനിക്ക് മാനസികമായിട്ട് പ്രശ്നമായി. കാരണം ഞാനിത് കൊണ്ടുവന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എനിക്ക് KP യോഹന്നാനോട് വ്യക്തിപരമായ ആരും പ്രശ്നമൊന്നുമില്ല. അയാൾ തെറ്റ് ചെയ്തു, ഇത്രയും ആളുകളുടെ പണം അടിച്ചു മാറ്റി അയാളുടെ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുക. ഒരു ജേർണലിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ 1-2 വിഷയമുണ്ട്. അപ്പം ഞാൻ അമേരിക്കയിൽ ഒരിക്കൽ പോയ സമയത്ത് റോഡിൽ ഞാനപ്പോൾ രാവിലെ Airbnb-യിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ ചെറിയൊരു സ്ഥലത്ത് പോയ സമയത്ത് ഇപ്പോൾ റോഡിൽ ഒരു പ്രായമുള്ള സ്ത്രീ കുടയും വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ചെറിയ വെയിലുമുണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കഴിയുമ്പം GFA ഡൊണേഷൻ, അതായത് ഗോസ്പലിന് വേണ്ടി തിരുവല്ലായിൽ ഇവരുടെ ഇന്ത്യയിലെ പരിപാടിക്ക് വേണ്ടി ആ പ്രായമുള്ള 10-75 വയസ്സുള്ള സ്ത്രീ അവിടെ പണം പിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കരുത് ഈ പണമെല്ലാം പണക്കാർ മാത്രം കൊടുക്കുന്നതാണ്. ഇതേപോലെയുള്ള പാവങ്ങൾ അവരുടെ വസ്തുവെല്ലാം വിറ്റിട്ട് ഇതേപോലെയുള്ള ഇന്ത്യൻ ചാരിറ്റിക്ക് വേണ്ടി
പണം ഇൻവെസ്റ്റ് അയച്ചു കൊടുക്കുന്നവർ, ഡൊണേഷൻ കൊടുക്കുന്നവരുണ്ട്. ഈ പണമാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം, KP യോഹന്നാനെ ഇപ്പോഴും അനുകൂലിക്കുന്നവർ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പണമാണ് ഇയാൾ ഈ വസ്തുവിൽ കൊണ്ടുപോയി അയാളുടെ കുടുംബമായി നടത്തുന്ന ഈ ട്രസ്റ്റ്, ബിലീവേഴ്സ് ട്രസ്റ്റാണ്, പള്ളി ചർച്ച ആണെങ്കിൽ ഇതൊക്കെ ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ക്രൂരതയാണ് ഇയാൾ കാണിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി, ഫോർഗെറ്റ് അബൌട്ട് ജേർണലിസ്റ്റ്, എന്താ ഇത് ചെയ്യേണ്ടത്? ഇങ്ങനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പം വിച്ച് ഹാസ് ടു ബി എക്സ്പോസ്ഡ്, ഇയാളെ തുറന്ന് കാണിക്കണം. അപ്പം അതിനുശേഷം ഈ PJ കുര്യൻ പോയി കണ്ട ശേഷം, KP യോഹന്നാനെ കണ്ട ശേഷം ഞാനും ഒരു കാര്യം അങ്ങ് പ്ലാൻ ചെയ്തു, ലെറ്റ് ഇറ്റ് കം ഇൻ ദ നാഷണൽ മീഡിയ. അപ്പം ഞാനാണ് ആ ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിങ്ങളാ കാണുന്ന റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ അടുപ്പിച്ചതിൻ്റെ പ്രധാന കാരണക്കാരൻ. മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തു, അവർ സ്റ്റോറി അങ്ങോട്ട് ചെയ്തു. അതോടുകൂടി പ്രധാനമന്ത്രി ഇയാളുമായിട്ടുള്ള സംഭവം അങ്ങ് മടക്കി. അതിനുശേഷം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രിയായ ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപൻ മിശ്രയെ നേരിട്ട് പോയി കാണുകയാണ്, അപ്പോയിൻമെൻ്റ് എടുത്തിട്ട്. കാരണം ഞാൻ ഈ സംഭവം ഫയൽ മുഴുവനും കാണിച്ചങ്ങ് കൊടുത്തു. അതിനുശേഷമാണ് ഇവരുടെ FCRA സസ്പെൻഡ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കാരണം എവിടെയും കയറി പിടിക്കും. ഇഷ്ടം പോലെ പണമുണ്ട്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അപ്പം ആ രീതിയിൽ ഒരു മനുഷ്യൻ എത്രമാത്രം ഒരു ആലോചിച്ച് നോക്കുക. അത് ഇവിടെ പട്ടിണിയാണ്, പ്രശ്നമാണെന്നും പറഞ്ഞ് അവിടുന്ന് പണം പിരിച്ച് സ്വന്തം ആവശ്യത്തിന് കുടുംബാംഗങ്ങൾ കൂടുതലുള്ള അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിനാ കേരള ഗവൺമെൻറ് KP യോഹന്നാൻ്റെ സ്ഥാപനങ്ങൾക്ക് മ്യൂട്ടേഷൻ, അതായത് സ്ഥലം മേടിക്കാൻ പാടില്ല, ബാൻ ചെയ്തതിൻ്റെ കാര്യം എന്തുവാ? എത്ര പേർക്ക് ഇതറിയാം? സംഭവം ഇതെനിക്കറിയാവുന്നതാണ്. അതായത് പോക്കുവരവ് KP യോഹന്നാൻ്റെ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കരുത് എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ ഇറക്കി, ഗവൺമെൻറ് ഓർഡർ ഇറക്കി. എത്ര പേർക്കറിയാം? കാരണം കേരളത്തിലെ സ്ഥലം എല്ലാം കൂടെ വാരിക്കൂട്ടുകയാണ്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പലതും ഉണ്ട്. ട്രസ്റ്റിൻ്റെ പേരിലങ്ങ് വാരിക്കൂട്ടുക. അപ്പം ഇതിനെ എക്സ്പോസ് ചെയ്തു, ഇതിനെ ഇന്ത്യയിൽ തടഞ്ഞു, ഇന്ത്യയിൽ ഇയാളുടെ പ്രശ്നങ്ങൾ തടഞ്ഞു. അതിൻ്റെ ഒരു വൈരാഗ്യം അയാൾക്ക് എന്നോടുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രഭാഷണം നടത്തി കേരളത്തിലെ പത്രങ്ങൾ ചെയ്യുന്ന പോലെയും അല്ലാതെ ഒരു വീഡിയോ ഉണ്ടാക്കി ചെയ്യുന്ന പോലെ ഒന്നുമല്ല ഞാൻ പിടിച്ചപ്പോൾ മൂടോട് കയറി പിടിച്ചു. അത് തന്നെയാണ് ബേസിക്കലി അയാൾക്ക് എന്നോട് പേഴ്സണൽ വൈരാഗ്യവും ഒക്കെ ഉണ്ടാകാനുണ്ടായ കാരണം. ഇപ്പം നാരദ സ്റ്റിംഗ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ കേസൊക്കെ വന്നു. അപ്പോൾ കൽക്കട്ട മമതാ ബാനർജി എനിക്കെതിരെ കള്ളക്കേസ് ഇട്ടു. ആ സമയത്ത് KP യോഹന്നാൻ ഇവിടെ 4-5 പേരെ പറഞ്ഞു വിട്ടേക്കുവാണ് കൽക്കട്ട പോലീസിനെ കാണാൻ, എനിക്കെതിരെ കേസ് മൂപ്പിക്കാൻ. എന്നിട്ട് അവരവിടുന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് 4-5 പോലീസുകാരെ കൊണ്ടുവന്നു കേരളത്തിൽ എന്നെപ്പറ്റി അന്വേഷിക്കാൻ. അവർക്ക് വേണ്ട വണ്ടിയും താമസവും സൗകര്യവും പണവും എല്ലാം KP യോഹന്നാനും കൂട്ടരാണ് കൊടുത്തത്. ഇപ്പം ഇയാളുടെ ധാരണ ഇതൊക്കെ ഞാൻ പേടിച്ച് ഞാൻ അകത്തായി പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാനിതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പലതും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇയാൾ എവിടം വരെ പോകും, എങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇതിന് ഞാൻ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെയാണ് KP യോഹന്നാനെതിരെ പോയത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ പണം ഓഫർ ചെയ്ത, അതായത് 2001 ശേഷം 2001 തെഹൽക്കയാണ് പണം ഓഫർ ചെയ്ത സ്റ്റോറി വരണ്ട എന്നും പറഞ്ഞു. അത് KP യോഹന്നാനും കൂട്ടരാന്ന് 10 കോടി രൂപ ഓഫറോ അമേരിക്കയിൽ വീടും താമസവും സംഭവം ഓഫർ ചെയ്തിട്ട് ഞാൻ പിന്മാറിയോ? ഇത് നമ്മുടെ ഒരു രീതിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന, ഞാൻ ഈ 10 കോടിയും മേടിച്ചിട്ട് അമേരിക്ക പോയി ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോൾ എൻ്റെ രാജ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. അതാണ് KP യോഹന്നാനെതിരെ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അയാളുടെ ചാരിറ്റിക്കെതിരെയും അയാളുടെ ഗോസ്പലിനെതിരെ ഒന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അയാൾ ഈ പണം മിസ്യൂസ് ചെയ്ത് ഇത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും ആൾക്കാരെ ദ്രോഹിച്ചിട്ട് ഇന്ത്യ വളരെ മോശമായിട്ട് കാണിച്ചു. ഇതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അതിൻ്റെ റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ്